Dear students, we were discussing fourth module. ഇതിനകത്ത് നമ്മൾ ബൈൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ വെച്ചിട്ടുള്ള റിലേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്തു. വെച്ചിട്ട് ലോഡ് കാണാനുള്ള പ്രോബ്ലം M/I = F/Y = E/R എന്നുള്ള റിലേഷൻ വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് ലോഡ് കണ്ടുപിടിച്ചു. പിന്നെ തേർഡ് മൊഡ്യൂളിൽ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ സ്ട്രെയിൻ, ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് പ്രോബ്ലം ചെയ്തു. അതുപോലെ സ്ട്രെയിൻ F²/2E, ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്, സഡൻലി അപ്ലൈഡ് ലോഡ് പ്രോബ്ലം ചെയ്തു. അതുപോലെ സെക്കൻഡ് മൊഡ്യൂളിൽ അതിൻ്റെ അപ്പുറത്തെ പാർട്ടിൽ നമ്മൾ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് പ്രോബ്ലം ചെയ്തു. അതുപോലെ സെക്കൻഡ് മൊഡ്യൂളിൽ തന്നെ ഡെൽറ്റ L = PL/A എന്നുള്ള പ്രോബ്ലം അത് ചെയ്തു. പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ റിയാക്ഷൻ കാണാനുള്ള പ്രോബ്ലം ചെയ്തു. അതുപോലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സെൻട്രോയിഡ് കാണാനുള്ള പ്രോബ്ലം ചെയ്തു. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സെൻട്രോയിഡ് കോളം വരച്ച് ടേബിൾ വരച്ചിട്ട് ചെയ്ത് അങ്ങനെ ചെയ്യുക. അതുപോലെ റിയാക്ഷൻ കാണാനുള്ള പ്രോബ്ലം ചെയ്തു. അത്രയാണ് നമ്മൾ റിവൈസ് ചെയ്ത്. ഇനിയിപ്പോൾ നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ ഒരു പ്രോബ്ലം കൂടി ചെയ്യാണ്ട്. ഈ പ്രോബ്ലം കൂടി മീൻസ് ഒരു ഐ സെക്ഷൻ്റെ ഒരു പ്രോബ്ലം. അതിൻ്റെ ഷിയർ സ്ട്രെസ് തന്നെയാണ് ഇനേർഷ്യ. മാക്സിമം ഷിയർ സ്ട്രെസ്, ഐ സെക്ഷൻ്റെ മാക്സിമം ഷിയർ സ്ട്രെസ്സും ആവറേജ് ഷിയർ സ്ട്രെസ് കാണാനുള്ള പ്രോബ്ലം. അഗെയിൻ ഇതൊരു ഐ സെക്ഷൻ തന്നെയാണ്. രണ്ട് പ്രോബ്ലം ഉള്ളൂ. ഐ സെക്ഷൻ്റെ മാക്സിമം ഷിയർ സ്ട്രെസ്സും ലോഡൊക്കെ കാണുന്ന പ്രോബ്ലം. അത്രേ ഉള്ളൂ, രണ്ട് പ്രോബ്ലം. അതിന് മുമ്പ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ പ്രോബ്ലം ഒരു പ്രാവശ്യം പറയാം. അതിനകത്ത് ദ ആവറേജ് ഷിയർ സ്ട്രെസ് അറ്റ് ദി സെക്ഷൻ ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് റെക്ടാങ്കുലർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് റെക്ടാങ്കുലർ ബീമാണ്, ഓഫ് സൈസ് 100/200 ആണ്, ഈസ് 0.4. ആവറേജ് ഷിയർ സ്ട്രെസ് 0.4 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദി ഷിയർ ഫോഴ്സ് അറ്റ് ദി സെക്ഷൻ ആൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ് അറ്റ് ദി സെക്ഷൻ. ഷിയർ ഫോഴ്സും എഫ് കാണണം, അതുപോലെ മാക്സിമം ഷിയർ സ്ട്രെസ്സും കാണണം. ആവറേജ് ഷിയർ സ്ട്രെസ് നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ്ത്ത് 100ഉം ഡെപ്ത്ത് 200ഉം ആണ്. ബ്രെഡ്ത്ത് 100ഉം ഡെപ്ത്ത് 200ഉം ആണ്. ആവറേജ് ഷിയർ സ്ട്രെസ് 0.4 Nm/mm² ആണ് തന്നിട്ടുണ്ട്. ഡി ആവറേജിൻ്റെ ഇക്വേഷൻ F/A ആണ്. സിമ്പിളാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എഫ് നമുക്ക് തോന്നിയില്ല, F ആണ് നമുക്ക് കാണേണ്ടി. F/0.4. അപ്പോൾ F മാത്രമേ എണ്ണമുള്ളൂ. അപ്പോൾ F നമുക്ക് 8000 എന്ന് കിട്ടും. ടോമാക്സ് ആണ് പിന്നെ ചോദിച്ചിരിക്കുന്നത്. ഷിയർ സ്ട്രെസ്സിൻ്റെ മാക്സിമം 3/2 F/A ആണ്. അത് 0.4 F/A തന്നിട്ടുണ്ട്. 0.4 F/A അല്ലെങ്കിൽ ടോ ആവറേജ് തന്നിട്ടുണ്ട്. അപ്പോൾ 0.6 അല്ലെങ്കിൽ F 8000 എന്ന് നമുക്കറിയാം. അതുപോലെ ഏരിയ 100/200 ആണ്. അപ്പോൾ 3 0 കട്ടായി പോകുമ്പോൾ താഴെ 20 എന്നുണ്ടാവും. അപ്പോൾ 0.4 എന്ന് കിട്ടും. 0.4 3/2 × 0.4 0.6 ആൻസർ കിട്ടും. അതാണ് ആൻസർ. 0.6 എന്നാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഐ സെക്ഷൻ വിത്ത് റെക്ടാങ്കുലർ എൻഡ്സ് ഹാസ് ഫോളോയിങ് ഡയമെൻഷൻ. ഫ്ലാഞ്ചസ് 150/20, വെബ് 300/100. അതായത് ഫ്ലാഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് വെബ് 300/10ഉം 150/20 ആണ് ഫ്ലാഞ്ച്. സ്കെച്ച് ദ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ദി സെക്ഷൻ ഫോർ എ ഷിയർ ഫോഴ്സ് ഓഫ് 10 kN. ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ദി സെക്ഷൻ ഫോർ എ ഷിയർ ഫോഴ്സ് 10 kN. ഇതാണ് ക്വസ്റ്റ്യൻ.
10 കിലോ ന്യൂട്ടൺ ഷിയർ സ്ട്രെസ് ഷിയർ ഫോഴ്സിൻ്റെ എഫ് 10 തന്നിട്ടുണ്ട്. അതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എഫ് ഷിയർ ഫോഴ്സ് 10 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വി ഡി ഓവറോൾ ഡെപ്ത് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് 150 ആണ്. ഓവറോൾ ഡെപ്ത് വെബ് പ്ലസ് 2 പ്ലസ് എഫ് ആണ്, 2 ഇൻറ്റു എഫ് ആണ്, ഇത് ഇൻറ്റു ഇതാണ്. അപ്പോൾ 340 കിട്ടും. 340 കിട്ടാൻ കാരണം ഇത് 300 ആണ്, ഇത് 20 ആണ്, ഇത് 20 ആണ്. അപ്പോൾ ടോട്ടൽ 340 ഉണ്ടാവും. ഡെപ്ത് 340, വലിയ ഡെപ്ത് 340, സ്മോൾ ഡെപ്ത് 300. സ്മോൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ വെബിൻ്റെ മാത്രം. പിന്നെ ബ്രെഡ്ത്ത് 10 ആണ്, വെബിൻ്റെ ബ്രെഡ്ത്ത് 10 ആണ്. ഷിയർ ഫോഴ്സ് എഫ് നമുക്ക് 10 തന്നിട്ടുണ്ട്. അപ്പോൾ 10 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ ന്യൂട്ടണിലേക്ക് മാറ്റുമ്പോൾ 1000 മൾട്ടിപ്ലൈ ചെയ്യുക. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ബി ഡി ക്യൂബ് ബൈ മൈനസ് സ്മോൾ ബി ഡി ക്യൂബ്. അത് ഇന്നലെ ചെയ്ത പോലെ വലിയ ബി ഡി ക്യൂബിന് ചെറിയ ബി ഡി ക്യൂബ് കുറക്കും. അങ്ങനെ വരുമ്പോൾ 150 ബൈ 12 മൈനസ് സ്മോൾ ബി ഡി ക്യൂബ് എന്ന് പറയുമ്പോൾ ഡെപ്ത് 300 ആണ്. ഇതിന് ചെയ്ത് ചെറിയ തെറ്റുണ്ട്. 300 ആണ് ഡെപ്ത്. അതുപോലെ ബ്രെഡ്ത്ത് 150 10 കുറച്ച് 140 ആണ്. 140 ആണ്. ഇതിവിടെ 300 ആണ്. മാറ്റി ചെയ്യുക 300 ക്യൂബ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് ആയി. ഏരിയ 2 ഫ്ലാഞ്ചസ് പ്ലസ് 2 വെബ് ആണ്. 2 ഫ്ലാഞ്ചസ് 2 × 150 × 20 ആണ്, പ്ലസ് 1 വെബ് 300 × 10 ആണ്. അപ്പോൾ ഏരിയ 9000 mm² ആണ്. ഇത് ശരിയാണ്. ഇവിടെ ഇത് 300 എന്നാക്കണേ. 300 എന്നാക്കണം. അതായത് ഇന്നലെ ചെയ്ത പോലെ വലിയ ഏരിയന്ന് ഇതിനൊരു റെക്റ്റാങ്കിളായി കൺസിഡർ ചെയ്തിട്ട് അതിന് ഈ ചെറിയ ഇല്ലാത്ത പാർട്സ് മൈനസ് ചെയ്യുക. ഈ പാർട്സ് മൈനസ് ചെയ്യുക. അതാണ് ചെയ്തത്. ആവറേജ് ഷിയർ സ്ട്രെസ്. അപ്പം നമുക്ക് ഏരിയ കിട്ടി. ആവറേജ് ഷിയർ സ്ട്രെസ് F/A ആണ്. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടി കഴിഞ്ഞാൽ ആവറേജ് ഷിയർ സ്ട്രെസ് കിട്ടി. പിന്നെ ടോവൺ എന്ന് പറഞ്ഞാൽ ആവറേജ് ഷിയർ സ്ട്രെസ്സിൻ്റെ ഒരു ടേം ഉണ്ട്, F/8I d² മൈനസ് d². അപ്പോൾ സ്മോൾ d². അത് ചെയ്യുമ്പോൾ ഐ നമുക്കിപ്പോൾ ഇവിടെ കിട്ടി. ഐയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ F/8I d² മൈനസ് d². അത് ടോ 1 ആണ്. ഷിയർ സ്ട്രെസ് 1.181. പിന്നെ ടോ 2 B/B F/, രണ്ട് സൈഡിലുള്ള ഇത് എടുക്കുകയാണ്. രണ്ട് സൈഡിലുള്ള B/B എന്ന് പറഞ്ഞാൽ വലിയ ബ്രെഡ്ത്ത് ബൈ സ്മോൾ ഡെപ്ത്. വെബിൻ്റെ ബ്രെഡ്ത്ത് ബൈ വെബിൻ്റെ ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത് ബൈ ഫ്ലാഞ്ചിൻ്റെ വെബിൻ്റെ വിഡ്ത്ത് ഇൻറ്റു F/8 0.18 ആണ്. അതെപ്പുറം കിട്ടിയ ഇത് കൊടുക്കുക. അതാണ് ടോ 2. അത് നമുക്കിത് വരക്കാനുള്ളതാണ്. ഷിയർ സ്ട്രെസ്സിൻ്റെ ഡയഗ്രം വരക്കാനുള്ള അവിടെ ആവശ്യം വരുന്നതാണ്. മാക്സിമം ഷിയർ സ്ട്രെസ് പറഞ്ഞാൽ ടോ മാക്സ് F/IB. ഇതിൻ്റെ ഇക്വേഷനാണ്. ഇത് ഐ സെക്ഷൻ്റെ ഇക്വേഷനാണ്. F/IB B/8 d² മൈനസ് d² പ്ലസ് BD² ബൈ 8. അത് ഈ ബി എന്ന് പറഞ്ഞാൽ സ്മോൾ വെബിൻ്റെ ആണ്. അപ്പോൾ അത് വെച്ചാൽ കൊടുത്താൽ മതി. ഈ വലിയ ഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡെപ്ത്, വലിയ ഡെപ്ത്. അതുപോലെ സ്മോൾ ഡി ചെറിയ ഡെപ്ത്. ഈ സ്മോൾ ബി വെബിൻ്റെ അങ്ങനെ അങ്ങ് കൊടുത്താൽ ടോ മാക്സ് 3.36 കിട്ടും. ഇനി നമ്മളത് വരയ്ക്കുക. ഇതാണ് നമ്മുടെ അതായത് ഈ ഷേപ്പിലാണ് വരയ്ക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ്റെ ഇവിടെ കണ്ടല്ലോ. ഇതാണ് ടോ 1, ഇത് ടോ 2. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ടോ 1ഉം ടോ 2 നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഇത് ടോ 1 ആദ്യം കിട്ടുന്ന, പിന്നെ അതിനോണ്ട് അതിനെ B/B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോ 2 കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ അത് കണ്ടുപിടിച്ചത്. ടോ 1ഉം ടോ 2. അതായത് ഇവിടെ ടോ 1ഉം ഇവിടെ ടോ 2. പിന്നെ ഇത് മാക്സിമം ആണ്. ഇത് മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. നമ്മൾ ഇവിടെ വരയ്ക്കുക. അത് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇത് മാക്സിമം ആണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്.
അത്രയാണ് വരയ്ക്കേണ്ടത്. ഈ ഷേപ്പിൽ വരയ്ക്കുക, എന്നിട്ട് ഇത്രയും വാല്യൂസ് അങ്ങ് അടയാളപ്പെടുത്തി വിടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, A 300 mm deep 150 mm wide rolled steel joist 5 section. ഇത് 5 സെക്ഷൻ തന്നെയാണ്. ഡെപ്ത് 300 ആണ്, 150 mm വൈഡ് ആണ്, 50 mm തിക്ക്, വെബ് തിക്നെസ് 10 mm ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡായി യൂസ് ചെയ്തിരിക്കുന്നത്. ഓഫ് സ്പാൻ 4 meter. ഫൈൻഡ് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ദ ബീം ക്യാൻ ക്യാരി വിത്തൗട്ട് എക്സീഡിങ് ഷിയർ സ്ട്രെസ് ഓഫ് 40 Nm/mm². ടോമാക്സ് 40 Nm/mm² തന്നിട്ടുണ്ട്. ഐ അല്ല, ലെങ്ത്ത് 4 meter 4000 mm എന്നാണ് തന്നിട്ടുണ്ട്. വെബിൻ്റെ തിക്നെസ്സും ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്സും തന്നിട്ടുണ്ട്. അതുപോലെ വിഡ്ത്ത് ഫ്ലാഞ്ച് 150 അത് തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ വെബിൻ്റെ തിക്നെസ് 15 എന്ന് എടുത്തിട്ടുള്ളത്, 15 അല്ല ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 10 ആണ്. അത് മാറ്റി എഴുതണം, എന്നിട്ട് ചെയ്ത് നോക്കണം. BD² ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഐ കാണാനുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ വലിയ BD³ എന്ന് ചെറിയ BD³ ഇന്നലെ ചെയ്ത പോലുള്ള പ്രോബ്ലത്തിലുള്ള അങ്ങനത്തെ കുറച്ചാൽ മതി. ഇനി നമ്മൾ സ്മോൾ ഡി കാണാൻ 300 വലിയ ഡി 300 രണ്ട് ഫ്ലാഞ്ചിൻ്റെ ഡെപ്ത് കുറച്ച് കഴിഞ്ഞാൽ വലിയ കിട്ടും. BD³ അത് ചെയ്ത് നമ്മൾ ഐ കണ്ടുപിടിച്ചു. അതായത് വലിയ റെക്റ്റാങ്കിളായിട്ട് കണ്ടിട്ടുള്ളതിന് ചെറിയ ഈ ഗ്യാപ്പ് ഏരിയ അങ്ങ് മൈനസ് ചെയ്താൽ മതി, അപ്പോൾ ഐ കിട്ടും. ഫോഴ്സ് W, ടോമാക്സ് F/IB. ഇത് സ്മോൾ ബി ആണ്. സ്മോൾ ബി പറഞ്ഞാൽ വെബിൻ്റെ തിക്നെസ് ആണ്. ഉണ്ടോ, ഇത് തന്നെയാണ് ഈ സംഭവം. ഇവിടെ കൊടുത്തിട്ടുള്ള 10 തന്നെയാണ് ഈ 10. സ്മോൾ ബി ആക്കി എഴുതണം നേരത്തെ ക്വസ്റ്റ്യനുള്ള പോലെ. അതുപോലെ ഇത് വലിയ ഡി ആണ്, ഇത് സ്മോൾ ഡി ആണ്. അങ്ങനെ അത് കൊടുത്ത് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ടോമാക്സിൻ്റെ ഇക്വേഷനാണ്. ടോമാക്സിൻ്റെ 40 തന്നിട്ടുണ്ട്. ടോമാക്സ് ഇതിൽ എഫ് മാത്രമേ അൺനോൺ ഉണ്ടാവുള്ളൂ. എഫ് നമുക്ക് കിട്ടും. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഇത് സിംപ്ലി സപ്പോർട്ടഡ് തന്നിട്ടുണ്ട്. അപ്പോൾ F WL/2 ആണ്. അപ്പോൾ എഫിൻ്റെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് Wയും കിട്ടും. W നമുക്ക് 52 Nm/mm എന്ന് കിട്ടും. ഇത് ഇതുപോലെ ചെയ്ത് നോക്കുക. നമ്മൾ ഇത്രേ ചെയ്തുള്ളൂ. ക്വസ്റ്റ്യനിൽ നമുക്ക് ടോമാക്സ് തന്നിട്ടുണ്ട് 40, പിന്നെ ബാക്കിയുള്ള ഡയമെൻഷൻസ് ഒക്കെ തന്നിട്ട്. അപ്പോൾ നമ്മൾ ഐ കണ്ടുപിടിക്കും, അതായത് വലിയ BD³ സ്മോൾ BD³ കുറക്കും. അങ്ങനെ നമ്മൾ ഇത് കണ്ടുപിടിക്കും. ഷിയർ ഫോഴ്സിൻ്റെ ടോമാക്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ടോമാക്സിൽ F/IB B8 അത് എല്ലാം ഉണ്ട്, എഫ് മാത്രമേ അൺനോൺ ഉണ്ടാവുള്ളൂ. ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ യൂസ് ചെയ്ത ഇക്വേഷൻ തന്നെയാണ്. ഇക്വേഷൻ ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലം സെമസ്റ്റർ എക്സാമിന് ചോദിക്കുന്നതാണ്. ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ എഫ് കണ്ടുപിടിച്ചു. എഫ് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ സിംപ്ലി സപ്പോർട്ട് തന്നിട്ടുണ്ട്. എഫ് സിംപ്ലി സപ്പോർട്ടാണ് തന്നിട്ടുണ്ട്. അപ്പോൾ F WL/2 ആണ്. WL/2 ആണ്. അതിൽ നമുക്ക് W മാത്രമേ അൺനോൺ ഉണ്ടാവുള്ളൂ. പിന്നെ റീഅറേഞ്ച് ചെയ്താൽ W കിട്ടും. W ആണ് ക്വസ്റ്റ്യൻ. W 52 Nm/mm എന്ന് കിട്ടും. ക്വസ്റ്റ്യന് എന്തായിരുന്നു വെച്ചാൽ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് 5 സെക്ഷൻ, സിംപ്ലി സപ്പോർട്ടഡ് ബീം, സ്പാൻ ഫോർമാറ്റ്, യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട് ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ മുകളിൽ. അത് കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ ലോഡ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അതായത് ലോഡ് W കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 52 Nm/mm നമുക്ക് കിട്ടും. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് 4th മൊഡ്യൂൾ. താങ്ക് യു സോ മച്ച്.